ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തജനങ്ങൾക്കും ഭാഗവതകഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 4-ാമത്തെ സ്കന്ധത്തിലെ 45-ാമത്തെ കഥയാണ്. യുദ്ധം മതിയാക്കൂ, സത്യം തിരിച്ചറിയൂ. മുനിശ്രേഷ്ഠന്മാരുടെ സ്തുതികളും പ്രാർത്ഥനകളും കേട്ട് മനസ്സ് ശാന്തമായപ്പോൾ ഉത്താനപാദപുത്രൻ ശ്രീനാരായണ ശസ്ത്രം ജപിച്ച് അമ്പ് തൊടുത്തുവിട്ടു. യക്ഷന്മാർ പ്രയോഗിച്ച മായാവിദ്യകളെല്ലാം പോയി മറഞ്ഞു. ദിവ്യാസ്ത്രമേറ്റ് അവർ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിലും താമസം വിന അവർ പലതരം ആയുധങ്ങളുമേന്തി വീണ്ടും ധ്രുവനു നേരെ കുതിച്ചു പാഞ്ഞു. നാരായണാസ്ത്രം ചതിക്കില്ല. ധ്രുവൻ നിത്യബ്രഹ്മചാരികൾ വസിക്കുന്ന ലോകത്തിലേക്ക് അവരെ എത്തിച്ചു. യുദ്ധവാർത്ത പരന്നു. സ്വയംഭൂ മനു ഋഷിമാരോടൊപ്പം അവിടെ എത്തി. ധ്രുവനെ വിളിച്ച് വാത്സല്യത്തോടെ പിടിച്ചടുത്തിരുത്തി ജ്ഞാനോപദേശങ്ങൾ നൽകി അനുഗ്രഹിച്ചു. വത്സ, നീ കോപം തീരെ ഉപേക്ഷിക്കുക. നിരപരാധികളായ ധാരാളം യക്ഷന്മാരെ നീ കൊന്നത് കഷ്ടം തന്നെ. അത് നമുക്ക് യോജിച്ച പ്രവൃത്തിയല്ലായിരുന്നു. ഒരുവൻ ചെയ്ത തെറ്റിന് എല്ലാവരും ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് നീതിയല്ല. ഭക്തന്മാർ ഒരിക്കലും അത് ചെയ്തുകൂടാ. ജഡമായ ശരീരത്തെ ആത്മാവെന്ന് തെറ്റിദ്ധരിച്ച് മൃഗങ്ങളെപ്പോലെ ദ്രോഹിക്കുന്നത് ശരിയല്ല. നീ ഭഗവാന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചവനാണ്. ഭക്തന്മാർക്ക് സമ്മതനാണ്. സജ്ജനധർമ്മം മറ്റുള്ളവർക്ക് കാട്ടിക്കൊടുക്കേണ്ടവനാണ്. പക്ഷേ അതെല്ലാം മറന്ന് എന്തിന് ഈ പാപകൃത്യം ചെയ്തു? സർവാത്മാവായ ഭഗവാൻ ക്ഷമ കൊണ്ടും മൈത്രി കൊണ്ടും സമഭാവന കൊണ്ടും കർമ്മം ചെയ്ത് പ്രസന്നനായി വർത്തിക്കുന്നു. അപ്പോൾ ഗുണങ്ങളിൽ നിന്ന് മുക്തനാകുന്നു, ബ്രഹ്മപദം പ്രാപിക്കുന്നു. പഞ്ചഭൂതങ്ങൾ കൊണ്ട് സ്ത്രീ പുരുഷ ഭേദങ്ങൾ ഉണ്ടാകുന്നു. അവർ തമ്മിലുള്ള ബന്ധത്തിൽ നിന്ന് ഈ സംസാരത്തിൽ മറ്റു സ്ത്രീ പുരുഷന്മാർ ഉണ്ടാകുവാൻ കാരണമാകുന്നു. പരമാത്മാവിൻ്റെ മായ കൊണ്ട് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ നിർവിഘ്നം നടക്കുന്നു. ഗുണാതീതനായ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് എല്ലാം സമയാസമയങ്ങളിൽ സാധിക്കുന്നു. കാലസ്വരൂപനായ ഭഗവാൻ ഒരു വ്യക്തിയെ കൊണ്ട് മറ്റൊരു വ്യക്തിയെ ജനിപ്പിക്കുന്നു. അതുപോലെ മൃത്യുമാർഗത്തിലൂടെ സംഹാരവും നടത്തുന്നു. പരാൽപരനായ ഭഗവാന് സ്വപക്ഷമോ പരപക്ഷമോ ഇല്ല. കാലസ്വരൂപൻ കർമ്മഗതി അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വതന്ത്രനല്ല. ആയുസ് കുറയ്ക്കുന്നതിനും കൂട്ടുന്നതിനും ആത്മാരാമനായ ഭഗവാന് കഴിയുന്നു. ഈശ്വരൻ കർമ്മമാണോ സ്വഭാവമാണോ കാലമാണോ വെറും പുരുഷൻ്റെ കാമമാണോ ഒന്നും വ്യക്തമല്ല. സർവശക്തികളുടെയും ഉത്ഭവസ്ഥാനമാണ് യഥാർത്ഥ സങ്കല്പം. ആരും അറിയുന്നില്ല. മനുവിൻ്റെ ഉപദേശങ്ങളെല്ലാം ധ്രുവൻ ശ്രദ്ധിച്ചു കേട്ടു. മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ്റെ മുഖത്ത് കുറ്റബോധം നിഴലിക്കുന്നത് പോലെ പിതാമഹന് തോന്നി. അദ്ദേഹം കൃപാപരവശനായി തുടർന്നു. കുഞ്ഞെ, നീ സത്യം മനസ്സിലാക്കണം. അതിന് ഒരു ശ്രമവും നിന്നിൽ നിന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറയുകയാണ്. സത്യം ശ്രവിക്കാനുള്ള വെമ്പലോടെ ധ്രുവൻ പിതാമഹൻ്റെ മുന്നിൽ വിനീതനായി കൈകൂപ്പി നിന്നു. നിന്റെ സഹോദരനെ കൊന്നത് കുബേരൻ്റെ അനുയായികളല്ല. ജീവികളുടെ ജന്മമരണാദികൾക്ക് അടിസ്ഥാനം വിധിയാണ്. ഈശ്വരവിധി ആർക്കും തടയാനാകില്ല. അദ്ദേഹം വിശ്വം സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഭഗവാന് ഒട്ടും അഹങ്കാരമില്ല. ഗുണങ്ങളാലോ കർമ്മങ്ങളാലോ ബന്ധിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് അമൃതനും ജഗത്പരായണനുമായ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുക. നീ കേവലം 5 വയസ്സുകാരനായിരിക്കുമ്പോൾ ചെറിയമ്മയുടെ ക്രൂരവാക്കുകളേറ്റ് നെഞ്ചകം പിളർക്കപ്പെട്ട് ദുഃഖത്തിലാഴ്ന്നുപോയി. സ്വന്തം മാതാവിനെക്കുറിച്ച് ഓർത്തതേയില്ല. അവരെ ഉപേക്ഷിച്ചു വനത്തിലേക്ക് പോയി. ഇന്ദ്രിയാതീതനായ ഭഗവാനെ തപസ്സു ചെയ്ത് പ്രീതിപ്പെടുത്തി. 3 ലോകങ്ങളുടെയും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ദിവ്യസ്ഥാനം പ്രാപിച്ചു. ആരോടും വിരോധമില്ലാത്ത നിന്റെ ശുദ്ധ മനസ്സിൽ ഭഗവാൻ അധിവസിച്ച് പ്രകാശം പരത്തുന്നു. ആ ഭഗവാനെ തന്നെ അന്തർമുഖനായി അന്വേഷിക്കുക. അഹങ്കാരമകന്ന് ഭക്തിപൂർവം ആനന്ദസ്വരൂപനായ ഭഗവാനെ സേവിക്കുക. തത്വശ്രവണാദികൾ കൊണ്ട് ശ്രേയസ്സുകളെ നശിപ്പിക്കുന്ന കോപത്തെ നിയന്ത്രിക്കുക. ആത്മാവിനെ ക്ഷേമം ആഗ്രഹിക്കുന്ന വിവേകി ഒരിക്കലും കോപത്തിന് അടിമയാകരുത്. സഹോദരനെ നിഗ്രഹിച്ചവരാണെന്നു കരുതി കോപിച്ച് നീ അനേകം യക്ഷന്മാരെ കൊന്നു. അത് ശിവന്റെ സുഹൃത്തായ കുബേരന് അപമാനം വരുത്തിവെച്ചിരിക്കുന്നു. അതിനാൽ നീ ഉടനെ ശിവനെയും കുബേരനെയും പ്രസാദിപ്പിച്ച് കുലത്തെ നാശത്തിൽ നിന്ന് കരകയറ്റേണ്ടതാകുന്നു. സ്വയംഭൂ മനു ധ്രുവനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും സൽക്കാരം സ്വീകരിച്ച് മറ്റു മുനിമാരോടുകൂടി സന്തോഷപൂർവ്വം സ്വരൂപം പ്രാപിച്ചു. മനു മുത്തച്ഛൻ്റെ ഉപദേശമനുസരിച്ച് ധ്രുവൻ യുദ്ധം മതിയാക്കി. സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞതിൽ കൃതാർത്ഥനായി ഭഗവാനെ വന്ദിച്ചു.
ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇനി നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് അടുത്ത ദിവസം കാണാം. ഹരേ കൃഷ്ണ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ.